ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും സുഖമായിട്ടും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇന്ന് തന്നെ ഇടണമെന്ന് എനിക്ക് കുറച്ച് നിർബന്ധമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കാനഡ ഡേയുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് വീഡിയോ ആണ്. ഞങ്ങളെ വീടിനടുത്ത് ചിങ്കോസി പാർക്കിൽ കാനഡ ഡേ പ്രമാണിച്ച് എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ പിന്നെ ഇത്ര അടുത്താകുമ്പോൾ നമ്മൾ പോവാതിരിക്കുന്ന മോശമല്ലേ? അതുകൊണ്ട് എത്ര വൈകിയാലും പോകണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതേ രാത്രി 10 മണിക്കാണ് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ 9 മണി 9:30 ആകുമ്പോൾ ഞങ്ങളിതേ വീട്ടിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. എവിടെ പോകുമ്പോഴും ലേറ്റായിട്ട് പോകുക എന്നുള്ളത് നമ്മുടെ മലയാളികളുടെ സ്ഥിരം പ്രവണതയാണല്ലോ. പക്ഷേ കാനഡയിലാണെങ്കിൽ 10 മണിക്ക് ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു 9:58 59 ആകുമ്പോഴേക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതേ എങ്ങനെയല്ലോ ഓടിപ്പടിച്ച് അവസാനം അവിടെ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ കാനഡ ഡേ എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര ഒരു ഉത്സവമാണ്. അങ്ങനെ ഇതേ പാർക്ക് ചെയ്യാൻ ഇത്രയും വലിയൊരു രാജ്യത്ത് 1 ഇഞ്ച് സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ കീഴുകയാണ് ഗൈസ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടുത്തുകാർക്ക് ഇത് ഭയങ്കര ഒരു ആഘോഷമാണ്. ഇത് ആ പ്രോഗ്രാം അല്ല കേട്ടോ, വേറെ എവിടെയോ ആൾക്കാർ ഇത് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ഏകദേശം ഒരു അരമണിക്കൂറായി നമ്മളിങ്ങനെ ഒരു പാർക്കിംഗ് തപ്പിക്കൊണ്ട് നടക്കുകയാണ്, വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ വണ്ടി കുത്താൻ പോയിട്ട് കാല് വെക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. എല്ലാ ചെറിയ ചെറിയ ഗ്യാപ്പിൽ പോലും ആൾക്കാർ വണ്ടി കയറ്റി അവിടെ ഫുള്ളായിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇതേ മിതു അതായത് പണ്ട് ഞാൻ വരുന്നതിനൊക്കെ മുന്നേ വണ്ടി പാർക്ക് ചെയ്യാറുള്ള ഒരു പാർക്കിംഗ് സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങളിതേ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഇന്ന് അവിടെ എത്താൻ വൈകുന്നതിൽ പ്രധാന കാരണമായ ഞാനിതേ വേഗത്തിൽ ഓടുകയാണ്. ഇല്ലേല് മിതുവിൻ്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ളത് കൂടി ഞാൻ കേൾക്കേണ്ടി വരും. അല്ലേലും ഈ പെൺപിള്ളേർക്ക് റെഡിയാവാൻ കുറച്ച് ടൈം വേണമല്ലേ. അതേ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വൈകിയത്. പക്ഷെ പ്രശ്നമില്ല, നമ്മളെങ്ങനെയൊക്കെ ഇത് ഓടിപ്പടിച്ച് പോവുകയാണ്. ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെ മിതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നീ കാരണം അതെന്തായാലും മിസ്സാവും, അത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇതേ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് ഫയർ വർക്ക്സും കാര്യങ്ങളും കാണേണ്ടി വന്നു. പക്ഷെ നാട്ടിൽ ഇതിനേക്കാൾ വലിയ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾക്കിതെന്ത്. നമ്മൾ കുറിഞ്ഞിക്കളിയാട്ടത്തിൻ്റെ ഫയർ വർക്ക്സിൻ്റെ 7 അയലത്ത് പോലും ഇതെത്തില്ല കേട്ടോ. ജസ്റ്റ് ചുമ്മാ ചൈനീസ് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആൾക്കാരെ പറ്റിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ മിതുവിനെ സമാധാനിപ്പിക്കുകയാണ്. കുറ്റം എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും മിസ്സായില്ലെങ്കിൽ നീ കാരണം ഇതെന്ന് പറഞ്ഞേ ഇവന് പാർക്കിംഗ് കിട്ടിയിട്ടാ. അതിന് എന്റെ പേരടി കയറി നീക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാ നീയല്ലേ പറഞ്ഞേ. അതാണ് പ്രശ്നം. നീ ടി വേണ്ടത്. രണ്ടുപേരും അന്യോന്യം തർക്കിച്ച് അവിടെ എത്തുമ്പോഴേക്ക് അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഇത് ഞാൻ ഫാസ്റ്റാക്കി കാണിക്കുന്നതെന്നല്ല കേട്ടോ, പൊതുവേ നടക്കുന്ന കാര്യത്തിൽ ഞാനും ഇതും കുറച്ച് ഫാസ്റ്റാണ്. പിന്നെ ഇത് ലേറ്റായ കേസ് കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഫാസ്റ്റാണെന്ന് മാത്രം. നടന്നുകൊണ്ടിരിക്കുമ്പം ഇത് പറയാണ്, ഇനി അവിടെ പോയിട്ട് വല്ല കരിമരുന്നങ്ങ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പറക്കിക്കൊണ്ട് വരാം, എന്നിട്ട് വീട്ടിൽ പോയി കത്തിക്കാം, അല്ലാണ്ട് ഇനിയിപ്പോൾ അവിടെ നടന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് മിതു പറയുന്നത്. മിതുവിൻ്റെ ദേഷ്യവും അമർഷവും എല്ലാം എനിക്ക് ആ വാക്കുകളിൽ വളരെ വളരെ വ്യക്തമായിരുന്നു. പക്ഷെ നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ലല്ലോ. നമ്മളിതേ നമ്മുടെ ഫയർ വർക്ക്സിൻ്റെ അടുത്തേക്ക് ഏകദേശം നടന്നെത്താനായിട്ടുണ്ട്. അത്യാവശ്യമല്ല, അതിലും ഒരുപാട് കൂടുതൽ ആൾക്കാരും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണേൽ നടന്നിട്ടും അവിടെ എത്തുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഇത്ര ദൂരം വണ്ടി വെക്കാൻ കാരണം നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചെറിയ സ്പോട്ട് പോലും ആരും ബാക്കി വെച്ചിട്ടില്ല. ഓരോ ഇഞ്ചിൽ പോലും ആവുന്ന രീതിയിൽ അവർ മാക്സിമം വണ്ടിയിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്.
ദേ ഈ പൊട്ടുന്ന കണ്ടിട്ട് ഇവിടുത്തുകാരി പെണ്ണ് പറയണേ, എൻ്റെ പൊന്നോ അത് എത്ര വലിയ ഫയർ വർക്ക്സ് ആണെന്ന്. ഏത് ഇതോ? ആ ഒരു എക്സ്പ്രഷനിലായിരുന്നു ഞാനും ഇതും ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ കണ്ണൂർ വന്നിട്ട് നമ്മൾ തെയ്യത്തിനൊക്കെ പൊട്ടുന്ന പടക്കവും നമ്മുടെ കരിമരുന്ന് പ്രയോഗം കണ്ടു കഴിഞ്ഞാൽ ഇവർ അട്ടം നോക്കി നിൽക്കുമല്ല ദൈവമേ എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദേ ഈ കാണുന്ന ജോലിയില്ലേ, അതെനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സ്റ്റൈലാണ് അറിയാമോ ഇവിടുത്തെ പോലീസുകാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ വണ്ടി ആയിക്കോട്ടെ, അതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഇവർക്ക് ഈ കാറ് മാത്രമേ ഇല്ലെന്നാണ്. പക്ഷെ അല്ല, അവർക്ക് എല്ലാം ഉണ്ട്. അവർക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, സൈക്കിളുണ്ട്, എല്ലാം ഉണ്ട്. ദേ നിങ്ങൾക്കിപ്പോൾ 2 പോലീസ് ബൈക്ക് കാണാം. അവരിതേ ട്രാഫിക്കൊക്കെ ക്ലിയർ ചെയ്യാണ്. എല്ലാവരും തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ മാത്രം ഇതേ പാർക്കിനകത്തേക്ക് പോവുകയാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോഴെത്തുന്നത്രേ. ബാക്കി എല്ലാവരും പരിപാടിയും കഴിഞ്ഞ് പൊടിയും തട്ടി വീട്ടിൽ പോകല്ലേ. കുറച്ച് ആൾക്കാർ ഇതേ തെക്കും വടക്കും നടക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് മെല്ലെ പോവാം എന്നാണ്. പിന്നെ ഇതേ ആ സ്റ്റേജിൻ്റെ അവിടെ ചെറിയ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും തിന്നാൻ കിട്ടിയാലോ നല്ല പ്രതീക്ഷയിൽ ഇതേ ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ നിങ്ങൾക്ക് കാനഡയുടെ ഒരു അടിപൊളി ഫ്ലാഗൊക്കെ കാണാം. എന്തായാലും അവിടെ വരെ പോയത് കാര്യം ഉണ്ടായി കേട്ടോ. ഞങ്ങൾക്ക് 2 ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി കാനഡ ഡേ. ബൈ.